ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മെയ് മാസം 5-ാം തീയതി ചൊവ്വാഴ്ച. അന്ന് ചതുർത്ഥിയാണ്. ഈ ചതുർത്ഥിക്ക് ഏകദന്ത സംകഷ്ടി ചതുർത്ഥി, ഏകദന്ത സംകഷ്ടി ചതുർത്ഥി എന്നാണ് പറയുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ചതുർത്ഥി ദിനത്തിൽ വിഘ്നേശ്വരനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ ഏകദന്ത വിനായകൻ, ആ രൂപത്തിലുള്ള ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതായത് ഏകദന്തം, ഒറ്റക്കൊമ്പുള്ള വിനായകൻ, അങ്ങനെയുള്ള രൂപത്തിലാണ് സർവേശ്വരനെ നമ്മൾ നാളത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത്. അതായത് 2026 മെയ് മാസം 5-ാം തീയതി ചൊവ്വാഴ്ച. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് 5-ാം തീയതി പുലർച്ചെ 5:24 മുതൽ 6-ാം തീയതി രാവിലെ 7:51 വരെയാണ്. അതുകൊണ്ട് 5-ാം തീയതിയാണ് ഏകദന്ത സംകഷ്ടി ചതുർത്ഥിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഗണേശ ഭക്തർ ആ ദിവസം ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഗണേശ ഭഗവാന് പ്രത്യേക വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ചിലർ വ്രതനിഷ്ഠയോടുകൂടി ഇരിക്കാറുണ്ട്. ഒരിക്കൽ മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് ഒരിക്കൽ എടുത്തുകൊണ്ടിരിക്കാറുണ്ട്. ചിലർ ഉപവസിക്കാറുണ്ട്. ചിലർ പാലും പഴങ്ങളും മാത്രം കഴിച്ച് ഇരിക്കുന്ന ആളുകളുണ്ട്. ചിലർ ജലം മാത്രം കുടിച്ച് ഇരിക്കുന്ന ആളുകളുണ്ട്. ചിലർ അങ്ങനെയൊന്നുമില്ല, പൂർണ്ണമായ വെജിറ്റേറിയൻ ഭക്ഷണം ശീലിച്ചുകൊണ്ട് അങ്ങനെയും ഇരുന്നു കൊണ്ട് ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ മുതൽ ചന്ദ്രോദയം വരെയാണ് സാധാരണയായിട്ട് പ്രാർത്ഥിക്കുന്നത്. അതായത് വ്രതനിഷ്ഠയിലിരിക്കുന്നത്. ചന്ദ്രോദയം എന്ന് പറയുന്നത് 5-ാം തീയതി രാത്രി 9:44 വരെയാണ്. അങ്ങനെ വരുമ്പോൾ 9:44 വരെ നമ്മൾ വ്രതനിഷ്ഠയിലിരിക്കണം. 9:44 ആകുമ്പോഴേക്കും ചന്ദ്രഭഗവാനെ നമുക്ക് ആകാശത്ത് കാണാനായിട്ട് സാധിക്കും. ചന്ദ്രഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ആ ചതുർത്ഥി വ്രതം അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രഭഗവാനെ കാണുകയില്ല. കാരണം ചിലപ്പോൾ കാർമേഘങ്ങളൊക്കെ വന്ന് മൂടിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ വിളക്ക് തെളിയിച്ച് നമ്മുടെ വീട്ടിൽ മഹാദേവൻ ഉണ്ടെങ്കിൽ, മഹാദേവൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ മഹാദേവൻ്റെ ഫോട്ടോയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ തിരുമുടിക്കെട്ടിൽ ചന്ദ്രഭഗവാന്റെ ഒരു പടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മഹാദേവൻ്റെ ഒരു ഫോട്ടോ നമ്മൾ മൊബൈലിലെടുത്ത് വെച്ചിട്ടായാലും ചന്ദ്രഭഗവാന്റെ ആ ഒരു രൂപം നമ്മളൊന്ന് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം. അതിനുശേഷം വേണം നമ്മൾ നമ്മുടെ വ്രതം അവസാനിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള വിഘ്നങ്ങളും മാറുന്നതിന് ഏറ്റവും ഉത്തമമാണ്. കാരണം പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ലഭിക്കാത്തതിൻ്റെ കാരണം വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ആ വിഘ്നങ്ങളെല്ലാം ഒഴിവാക്കി സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നതിന് വിനായകനെ പ്രാർത്ഥിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും, ചിലപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ, കടങ്ങൾ മാറുന്നതിന്, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ മറ്റേതു ദേവതയെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നത് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുമ്പോഴാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ, തൊഴിൽപരമായി ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ, പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ എല്ലാ മാസവും അവരുടെ നാളുതോറും അല്ലെങ്കിൽ ചതുർത്ഥി ദിവസങ്ങളിലൊക്കെ തന്നെ വിഘ്നേശ്വര ഭഗവാന് ഗണപതി ഹോമം നടത്തുന്നതോ അല്ലെങ്കിൽ അർച്ചന കഴിപ്പിക്കുന്നതോ ഒക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. വിദ്യയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു പ്രാർത്ഥന അത് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം അതീവ ബുദ്ധിശാലിയായ ഒരു ദേവതയാണ് വിഘ്നേശ്വരൻ എന്നുള്ളത്. നമ്മൾ പറയും രാവണനാണ് അല്ലെങ്കിൽ ആനത്തലയാണ്, ഇങ്ങനെയൊക്കെ പറയും അല്ലേ. ആനത്തലയുള്ള ആളാണ് ആര്? വിഘ്നേശ്വരൻ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിശാലി ആണ് എന്നതാണ് ആ ആനത്തല കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് വലിയ ബുദ്ധിയുള്ള ദേവതയാണ് ആര്? വിഘ്നേശ്വരൻ. മഹാഭാരതം പോലെയുള്ള വലിയ ഒരു ഇതിഹാസം നിർത്താതെ, തെറ്റാതെ, എന്നാൽ സംശയം ചോദിക്കാതെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് എഴുതാൻ സാധിച്ചത് വിഘ്നേശ്വരന് മാത്രമാണ്. നമ്മൾ പറയും ഹിന്ദുമത വിശ്വാസം അനുസരിച്ചിട്ട്
30 കോടി ദേവതകളുണ്ടെന്ന് പറയും. അതിൽ നിന്നും ഇങ്ങനെ എഴുതാൻ സാധിച്ചത് ആർക്ക് മാത്രമാണ്? വിഘ്നേശ്വരനാണ്. അതുകൊണ്ട് തന്നെ അതീവ ബുദ്ധിശാലിയായ ദേവതയാണ് വിഘ്നേശ്വരൻ. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരെ കൊണ്ട് ചതുർത്ഥി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അന്നേ ദിവസം നോൺ വെജ് കഴിക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നിർദ്ദേശിക്കുകയോ ഒക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. കുട്ടികളെ കൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിപ്പിക്കണം വിഘ്നേശ്വരനെ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളെ കൊണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി കഴിയുമെങ്കിൽ എല്ലാ മാസവും അവരുടെ നാളുതോറുമോ അല്ലെങ്കിൽ ചതുർത്ഥി ദിവസങ്ങളിലോ ഒക്കെ തന്നെ വഴിപാടുകൾ കഴിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. വിദ്യ ഉണ്ടാകാൻ ഏറ്റവും ശ്രേഷ്ഠമാണ്, ആരോഗ്യമുണ്ടാകാൻ ഏറ്റവും ശ്രേഷ്ഠമാണ്, കടങ്ങൾ മാറുന്നതിനും ഏറ്റവും ശ്രേഷ്ഠമാണ് വിഘ്നേശ്വരനോടുള്ള പ്രാർത്ഥന. ഇനി നമുക്ക് ഈ ഏകദന്ത സംകഷ്ടി ചതുർത്ഥിക്ക് ഒരു കഥ പറയുന്നുണ്ട്. അതായത് പണ്ട് സത്യയുഗത്തിൽ ദയദേവൻ എന്നു പേരുള്ള ഒരു പണ്ഡിതനായ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 4 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. 4 പുത്രന്മാരെയും അദ്ദേഹം വിവാഹം കഴിപ്പിച്ചു. മൂത്ത പുത്രൻ്റെ ഭാര്യ, മൂത്ത മരുമകൾ ഒരിക്കൽ അമ്മായിയമ്മയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, അമ്മേ, ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എല്ലാ മാസവും ഈ സങ്കടനാശന ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാറുണ്ട്. എനിക്ക് ഇനി അത് തുടർന്ന് അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവിടുന്ന് സമ്മതിക്കണം എന്ന് പറയുന്നു. പക്ഷേ അമ്മായിയമ്മ ഒരു വലിയ താല്പര്യം അതിന് കാണിച്ചില്ല. എങ്കിലും ഈ മരുമകൾ ഈ വ്രതം അനുഷ്ഠിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ മരുമകൾ ഗർഭിണിയായി. കാലക്രമേണ മരുമകൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നു. ഈ പ്രസവത്തിനു ശേഷം വീണ്ടും ഈ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മായിയമ്മ വീണ്ടും വഴക്ക് പറയുകയാണ്. കുട്ടിയുണ്ട്, അതുകൊണ്ട് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല, ആരോഗ്യം ചീത്തയാകും എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വഴക്ക് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഈ മരുമകൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നതങ്ങ് നിർത്തുകയും ചെയ്തു. അത് ഗണേശ കോപത്തിന് കാരണമായി എന്ന് പറയുന്നു. പിന്നീട് ഇവരുടെ കുട്ടി മകനാണ്. ആ മകൻ വളർന്ന് വലുതാകുന്നു. വളർന്ന് വലുതായതിനു ശേഷം ആ കുട്ടിയുടെ കല്യാണമാണ്. കല്യാണ ദിവസത്തിൻ്റെ തലേ ദിവസം ഈ കുട്ടിയെ പെട്ടെന്ന് കാണാതാവുകയാണ്. അതോടുകൂടി ഈ കല്യാണം മുടങ്ങുന്നു. കല്യാണം മുടങ്ങിയതിന് കാരണം വിഘ്നേശ്വരൻ്റെ കോപമാണ് എന്ന് ഈ മരുമകൾ അമ്മായിയമ്മയോട് പറയുകയും അതനുസരിച്ചിട്ട് എല്ലാവരും കൂടി വിഘ്നേശ്വരനോട് ക്ഷമയാചിക്കുകയും വീണ്ടും ഈ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ, ഒരു എല്ലും തോലുമൊക്കെ ആയിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ആ വീട്ടിൽ വന്നിട്ട് ഭിക്ഷ യാചിക്കുകയും ഈ മരുമകൾ അദ്ദേഹത്തിന് ഭിക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷമായി ഈ ബ്രാഹ്മണന്. അദ്ദേഹം എന്താണ് വേണ്ടത്, എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ മരുമകൾ തൻ്റെ ഈ സങ്കടം, മകനെ കാണുന്നില്ല എന്നുള്ള സങ്കടം പറയുന്നു. ഉടൻ തന്നെ മകനെ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഘ്നേശ്വരനാണ് വന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ സോമശർമ്മ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ കാട്ടിൽ വെച്ച് ഇവരുടെ ഈ മകനെ കാണുകയും ആ മകനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതോടുകൂടി എല്ലാവർക്കും വലിയ സന്തോഷമാകുന്നു. പിന്നീട് ഈ കുട്ടിയുടെ വിവാഹം ആഡംബരപൂർവ്വം നടക്കുകയും ചെയ്യുന്നു. എല്ലാം വിഘ്നേശ്വരൻ്റെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുകയും വീണ്ടും എല്ലാവരും കൂടി തുടർന്ന് വിഘ്നേശ്വരൻ്റെ വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത്. എന്തുതന്നെയായാലും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നാളത്തെ ദിവസം എല്ലാവരും തന്നെ കഴിയുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തുകയും വിഘ്നേശ്വര ഭഗവാന് എന്തെങ്കിലും ഒരു വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കഴിയുന്ന മനുഷ്യരെല്ലാവരും തന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഒരു ചിന്ത വരും, ചതുർത്ഥി ദിവസം ചന്ദ്രഭഗവാനെ കാണാൻ സാധിക്കുമോ എന്നുള്ളത്. ഈ സംകഷ്ടി ചതുർത്ഥി ദിവസത്തിൻ്റെ പ്രത്യേകത അന്ന് ചന്ദ്രഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. വിനായക ചതുർത്ഥിക്കാണ് നമ്മൾ ചന്ദ്രഭഗവാനെ കാണാൻ പാടില്ലാത്തത്. ഈ സംകഷ്ടി ചതുർത്ഥിക്ക് നിങ്ങൾക്ക് ചന്ദ്രഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാം. കണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ വ്രതം പൂർണ്ണമാകുന്നത്. എല്ലാവർക്കും നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.